ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് നല്ലപോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ നിങ്ങൾ കുറേ ദിവസമായില്ലേ പിന്നെ ഈ ഒരു ക്യാമ്പിങ്ങിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ പോരെന്ന് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ബാഗും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്തോട്ട് നമുക്ക് പോകാൻ എന്തായാലും. ഏത് ഒന്നെങ്കിൽ കേരളത്തിലോ കർണാടകത്തിലോ ഇങ്ങോട്ടാണെങ്കിൽ പോകാം നമുക്ക്. അപ്പോൾ ക്യാമ്പിങ് വീഡിയോ പ്രതീക്ഷിക്കുന്ന ആളൊന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. ഉണ്ട്, ഇപ്പം ഞാനുണ്ട്. ഞാൻ വേറെ പോയിട്ടുണ്ടായിരുന്നു. കർണാടകം പോകാനിരിക്കുന്നു. പിന്നെ വേറെ എന്നിട്ട് വിശേഷം? ഈ കാസർഗോഡ് വന്നിയാ? എൻ്റെ കറക്കം നിൻ്റെ ഒരു മോട്ടിവേഷനാണ്. ഇത് ലേശം വരുന്നുണ്ട്, ചെറുതായിട്ട് വരുന്നുണ്ട്. പ്രോപ്പറായിട്ട് ഉള്ള ഫ്ലോ ഇല്ല, ചെറുങ്ങനെ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്താൽ ഭയങ്കര ഏകദേശം 2 കിലോമീറ്റർ വരെ ഇപ്പം നടന്നല്ലേ. ഇത് നല്ലോണം ബസ് വരും. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ മുമ്പോട്ട് നടന്നു കഴിഞ്ഞെങ്കിൽ ചിലപ്പോൾ ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞു ഈ ബൈക്കിലുള്ള ലിഫ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട, കാരണം ഹെൽമെറ്റ് ഇല്ലെങ്കിൽ ഇപ്പോൾ ക്യാമറ അടിക്കുന്നില്ല. ബൈക്കിൻ്റെ ലിഫ്റ്റൊന്നും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. കിട്ടണമെങ്കിൽ തന്നെ നമുക്ക് ഹെൽമെറ്റ് കാര്യങ്ങളെല്ലാം പണ്ട്. അങ്ങനെ ഞാൻ പള്ളത്തിറക്കത്ത് വരെ ഞാൻ നടന്നിട്ട് എന്നിട്ട് അവിടെ പിന്നെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടല്ലോ, ആ ഭാഗത്ത് ഞാൻ അവിടെ കുറച്ച് സമയം നിന്നതിൻ്റെ ശേഷം കുറേ സമയം നിന്ന് പിന്നെ ഞങ്ങൾക്കൊരു മടുപ്പ് തോന്നിയത് കാരണം കുറച്ച് അങ്ങനെ നേരെ ഇങ്ങോട്ട് ഒരു 500 മീറ്ററോളം നടന്നു എന്നിട്ടാകുമ്പോൾ ഇത് ഇവിടെ ഒരു ചെറുതായിട്ട് നമുക്കൊരു വിശ്രമിക്കാൻ പറ്റിയിട്ടുള്ളൊരു ചെറിയൊരു സ്പോട്ട് കിട്ടി. അപ്പോൾ ഞങ്ങൾ ലോറിയോ കാര്യങ്ങളോ മറ്റു പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ലിഫ്റ്റ് ചോദിക്കാം, നിർത്തുമോ നോക്കാം. ഇവിടെ എപ്പം ഞാൻ ഇവിടെ ഒരു നല്ലൊരു മോഡിഫൈ ആക്കിയിട്ട് ഒരു ബെഞ്ച് ഉണ്ട്. നിങ്ങൾ എന്ത് ബെഞ്ച് എന്നല്ല ഇതിനെ പറയില്ലേ, ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിതിനെ ബെഞ്ച് എന്നൊന്നും പറയില്ല. അപ്പോൾ ഇത് നല്ലൊരു വെറൈറ്റി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അത് സ്റ്റിക്കറാണ് സംഭവം. ഇത് സ്റ്റിക്കർ ഒറ്റ കാഴ്ചയിൽ സ്റ്റിക്കർ ഫസ്റ്റ് ആർക്ക് തോന്നില്ല. ഇവിടെ ഇത്ര ഒന്നും ഫിനിഷ് ആക്കാത്തത് കാരണം മനസ്സിലായില്ല. അത് പ്രോപ്പറായിട്ട് പെട്ടെന്ന് അറിയില്ല. ഇത് കുഴപ്പമില്ലല്ലോ. കണ്ടോ, മരത്തിലൊരു ഹെൽമെറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽമെറ്റ് കാര്യങ്ങളെല്ലാം വന്നെങ്കിൽ ഈ ഭാഗത്തുള്ള ഈ മരത്തിൻ്റെ അടുത്ത് വന്നാൽ മതി. ഞാനൊരു ബ്രെഡ് മാത്രമേ ഒന്ന് വാങ്ങിയിട്ടുണ്ട്. ബ്രെഡ് വാങ്ങി പിന്നെ നമുക്ക് എൻ്റെ നെയ്യ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് നെയ്യെല്ലാം ഇട്ടിട്ട് കയ്യെങ്കിലും ഒരു കുക്കെല്ലാം ചെയ്യാം, മറ്റൊരു ചായയെല്ലാം വെച്ച് കുടിക്കാം. സോ ഗൈസ്, ഫൈനലി ഞങ്ങൾക്ക് ഒരു ലോറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കർണാടക ഭാഗത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ആ ലോറിയിൽ ഞാൻ കയറിയിട്ട് പോകുന്നുണ്ട്. എൻ്റെ പേര് ഓക്കെ, താങ്ക് യു. ഏതായാലും നമുക്ക് ഹെൽപ്പാക്കുന്നുണ്ട്. ഇതാ ഈ വണ്ടിയിലാണ് ഞാൻ കയറുന്നുള്ളത്. ഫീല് താങ്ക് യു. വൺ സെക്കൻഡ്. അപ്പോൾ ഈ വണ്ടിയിലാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ ഇത് കർണാടക ഭാഗത്തോട്ടാണ് പോകുന്നുള്ളത്. കണ്ടില്ലേ? വാട്ട്സ് യുവർ നെയിം? അമ്രജിയോൾ ഖാൻ. അപ്പം നല്ല പോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പയ്യൻ. ഹായ് ബ്രോ, ഹൗ ആർ യു? ആർ യു ഫൈൻ? One second. Come. जूता मुश्किल है. ജാർഖണ്ഡിലത്തെ വാഹനമാണ് ഈ ഒരു ലോറി. അപ്പോൾ ആദ്യം ഞമ്മ അവരൊന്ന് പരിചയപ്പെടാം. ഏതായാലും भैया नाम बोलिए ना. नाम? अम्रजियोल खान. गाँव किधर है? यूपी? झारखंड किधर डिस्ट्रिक्ट? धनबाद. अच्छा, आपका नाम क्या है? मोहम्मद ताज. अच्छा, मज़ा है. कैसे इधर सोने का है? बहुत अच्छा. क्या है अंदर? पानी है? उधर खाना बनाया, खाना रखा हुआ है. पूरा
बनाने का, सोने का है। बहुत अच्छा आदमी हो दोनों, आराम से खाने के लिए। बहुत अच्छा। बहुत खुश रहूँ, बहुत खुशिയാണ് ഞാൻ. ഒരുപാട് ഞാൻ വിചാരിച്ചൊരു കാര്യമാണ് ഈ ഒരു പിന്നെ ലോറിയിലുള്ള ഒരു ചെറിയൊരു ട്രാവലിങ്. അതും എനിക്ക് ഇന്ന് സക്സസ് ആയിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഐ എം റിയലി ഹാപ്പി. ഇത്ര വലിയൊരു ലോറിയിൽ കയറിയിട്ടുള്ള നമ്മളെ ഒരു ട്രാവലിങ് വല്ലാത്തൊരു വൈബാണല്ലോ. यूट्यूब में आएगा। यूट्यूब में आएगा। मैं लिंक दे दूंगा बाद में, है ठीक है. കല്ല് അപ്ലോഡ് ചെയ്യാം. എമർജൻസി ആയിട്ട് പിന്നെ ഫയർ കാര്യങ്ങളെല്ലാം നടന്നെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. ब्लॉग में तुमको पसंद है? ब्लॉग यूट्यूब ब्लॉग पसंद है? बहुत पसंद है ना. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഇതുപോലെയുള്ള ബ്ലോഗ് കാര്യങ്ങളെല്ലാം ഒരുപാട് ആൾക്കാരാണ് ഇഷ്ടപ്പെടുന്നുള്ളത്. ആ ഒരു കാരണത്തിനും കൂടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ ഒരു ബാഗ് കാര്യങ്ങളെല്ലാം പോകുന്നത്. പുത്തൂർ വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ചിക്കൻ ബനായ ബഹുത് അച്ഛാ. നല്ല ചിക്കൻ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. उधर में जाके खाएगा. ओके. क्या दूसरा आइटम स्पेशल? रोटी बनाया, रोटी चावल राइस बनाया कूलर. अच्छा, बहुत अच्छा. चालू करने के देखिए इधर तो चालू करूँगा भैया. देखिए बहुत अच्छा हवा है. बहुत खुश है. मज़ा है मज़ा. वो गाड़ी देखिए कितने बड़ा गाड़ी है. मंगलारम वरे പോകുന്നുണ്ട് ഇപ്പോൾ ലോഡ്. क्या अंदर लोड क्या है? खाली है. लोड करने का उधर जाएगा सिमटी भरने. हाँ. अदरक. वापस किधर जाएगा? झारखंड. कितना दिन चाहिए उधर? 3 दिन. झारखंड. हाँ. वापस फिर उधर एम्प्टी करके फिर लोड. फिर उधर में एम्प्टी करेगा फिर लोड करेगा. किधर से? वो झारखंड से. नहीं झारखंड से. वो किधर केरला से नहीं आए? नहीं इधर माल नहीं है. वो बेंगलोर कर्नाटक से. അപ്പോൾ ഇനിയിപ്പോൾ ജാർഖണ്ഡ് പോയതിൻ്റെ ശേഷം പിന്നീട് ലോഡ് നമ്മളെ കേരളത്തിലേക്ക് ഇല്ല എന്നാണ് ഇവർ പറഞ്ഞത്. അങ്ങനെ നിമിഷങ്ങൾക്കകം പെർളം ടൗണിലേക്ക് എത്തി. പെർളം ടൗണാണ് ഞാൻ കാണിച്ചു തരാം. ഒന്നും കൂടി ഞാൻ കാണിക്കും. ഇതൊന്നും ഓപ്പൺ ചെയ്തിട്ടാൻ പറ്റില്ല. ഭയങ്കരമായിട്ടുള്ള ഹവാണ്. നല്ല ബ്യൂട്ടിഫുൾ ഹവ. നല്ല കാറ്റാണ് ഈ ഇൻസൈഡിലേക്ക് വരുന്നത്. ഒരു കാറ്റാണ് ഇതിലോട്ട് കയറുന്നത്. കണ്ടില്ല, ഒരുപാട് ഫെസിലിറ്റി ഉണ്ട് ഇതിൻ്റെ അകത്ത്. നോർമൽ ഫെസിലിറ്റി. ഇപ്പം നമ്മൾ വെൽക്കം കർണാടക സ്റ്റേറ്റ്. പോയാലും കണ്ടില്ല, ഉണങ്ങി പറ്റി വരണ്ട.
ഗൈസ് അപ്പോൾ ഫൈനലി അമ്മ ഇപ്പോൾ ഈ അടിയനടുത്തെന്ന് പറഞ്ഞ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു ചെറിയൊരു ടൗണാണ്. ആ ഭാഗത്താണ് മറ്റേ ചിക്കൻ സ്റ്റാളുള്ളത്. അപ്പോൾ ചിക്കൻ സ്റ്റാൾ ചില സമയങ്ങളിൽ ഈ കർണാടക ഭാഗത്ത് പിന്നെ റേറ്റ് വളരെ കുറവാണ്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ചും നിമിഷങ്ങൾക്കൊക്കെ നമ്മൾ വീട്ടിലത്തേക്കാണ് എത്താൻ പോകുന്നത്. നമ്മുടെ അടുത്തൊരു ടൗണായിട്ട് കിട്ടാൻ പോകുന്നത് വീട്ടിലാണ്. സോ ഗൈസ് ഫൈനലി ഇതാ വിട്ല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിലും പിന്നെ ബസ് സ്റ്റാൻഡാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതാ ഈ ബസ് ഇപ്പോൾ വീട്ടിലും ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്നുണ്ട്. ഇതാ വീട്ടിലത്തെ ബസ് സ്റ്റാൻഡാണ്. അപ്പം ഞാൻ ഇവർക്ക് എൻ്റെ ഒരു ചാനലൊന്ന് ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. മൈ ട്രാവൽ ക്യാമ്പിംഗ്. കൽ ഈവനിങ് 7 o'clock. അപ്പോൾ ഈ വീട്ടിലെത്തുന്ന കുറച്ച് ഇപ്പുറത്ത് ഞാൻ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവർക്കിപ്പോൾ കുറച്ച് തിരക്കാണ്. പിന്നീട് ഞാൻ ഇവിടുന്ന് കിഞ്ഞിട്ട് നടന്നിട്ട് പോകും. ഭയ്യ താങ്ക് യു ഫോർ ഡ്രോപ്പിംഗ്. ഭയ്യ താങ്ക് യു. അപ്പോൾ ഞാൻ ഇവിടെ ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം മാല ചെയ്തു കഴിച്ചപ്പോൾ നമ്മളെ സാധനം കാര്യങ്ങളെല്ലാം ബയ്യന് തരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്കൊന്ന് അങ്ങോട്ടേക്ക് പോകണം, തിരിച്ചിട്ട് പോകണം. ബൈ, see you again.